Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ഏരിയ ആൻഡ് വോളിയത്തിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സർഫസ് ഏരിയയിൽ വരുന്നതായിരുന്നു. ഇനി നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന്റെ ബാക്കിയുള്ളത് ചെയ്യാം. അപ്പം ഇവിടെ കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതായത് ഡിഫറെന്റ് ഫിഗേഴ്സിന്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ദി ഫസ്റ്റ് വൺ is a medicine capsule is in the shape of cylinder with two hemispheres check to each its end. അതായത് ഇവിടെ ഒരു ക്യാപ്സ്യൂൾ ആണ്. ഓക്കെ, ഇതിന്റെ ഈ ഒരു ക്യാപ്സ്യൂളിനുള്ളിൽ മെഡിസിൻ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ആണ്. സോ ഈ ഒരു ക്യാപ്സ്യൂളിന്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇതിന്റെ രണ്ട് എൻഡിലായിട്ട് ഹെമിസ്പിയേഴ്സും ദെൻ സെന്റർ പാർട്ട് സിലിണ്ടർ ആണ് സെന്റർ പാർട്ടിൽ വരുന്നത്. ഇങ്ങനത്തെ ക്യാപ്സ്യൂൾസ് നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലെ, ഡോക്ടേഴ്സ് നമുക്ക് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാപ്സ്യൂൾ ആണ് ഇങ്ങനെയുള്ളത്. അപ്പൊ ഈ ഒരു ക്യാപ്സ്യൂളില് ദാ ഇവിടെ കാണുന്ന സമയത്ത് ഇവിടെ ഹെമിസ്പിയർ ആണ് വരുന്നത്, ഇങ്ങനെ. സോ ഇവിടെ കണ്ടോ ഒരു ഹെമിസ്പിയർ, ദെൻ നെക്സ്റ്റ് ഹെമിസ്പിയർ ദാ ഇവിടെ ഒരു ഹെമിസ്പിയർ, ദെൻ സെന്റർ പാർട്ട് സിലിണ്ടർ. അങ്ങനെ 3 ഫിഗേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതിൽ രണ്ട് എൻഡിലും നമുക്ക് ഹെമിസ്ഫിയേഴ്സ് ആണ്, സെന്ററിൽ നമുക്ക് വന്നിട്ടുള്ളത് സിലിണ്ടർ ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ദി ലെങ്ത് ഓഫ് ദി എൻറ്റയർ ക്യാപ്സ്യൂൾ ഇസ് 14 mm. ഇവിടെ എൻറ്റയർ ക്യാപ്സ്യൂളിന്റെ ലെങ്ത് ഉണ്ട്. Okay, then next one is diameter of the capsule is 5 mm. Find its surface area. ഈ ഒരു ക്യാപ്സ്യൂളിന്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സിലിണ്ടറിന്റെ CSA, അതിന്റെ കൂടെ രണ്ട് സ്പിയേഴ്സ് ആണ്, രണ്ട് ഹെമി സ്പിയേഴ്സ് ആണ് രണ്ട് എൻഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ CSAയും കൂടെ ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം എന്ത് കിട്ടും നമുക്ക്? വി വിൽ ഗെറ്റ് ദി സർഫസ് ഏരിയ ഓഫ് ക്യാപ്സ്യൂൾ. ഈ ഒരു ക്യാപ്സ്യൂളിന്റെ സർഫസ് ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ചെയ്ത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ്? അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ വേണം. കാരണം ഇൻ കേസ് ഓഫ് ഹെമിസ്പിയർ നമുക്ക് അവിടെ വേണ്ടത് റേഡിയസ് മാത്രമാണ് അല്ലെ. ഹെമിസ്പിയറിന്റെ സർഫസ് ഏരിയ CSA എന്ന് പറയുന്നത് 2πr² ആണ്. അപ്പൊ നമുക്ക് r-ന്റെ വാല്യൂ വേണം. സോ അവിടെ 5 mm ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 5 ആണ് ഡയമീറ്റർ എങ്കിൽ അവിടെ റേഡിയസ് എന്തായിരിക്കും? 2.5 ആയിരിക്കും വരുന്നത്, 5ന്റെ ഹാഫ്. അപ്പൊ ഇതാ ഇവിടെ റേഡിയസ് 2.5 mm. സോ സെയിം ആണ് ഇവിടെയും റേഡിയസ് ആയിട്ട് വരുന്നത്, 2.5 mm റേഡിയസ്. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം ഇൻ കേസ് ഓഫ് ഹെമിസ്പിയർ അവിടെ റേഡിയസ് ആണ് എല്ലാ സൈഡിലും വരുന്നത് അല്ലെ, റേഡിയസ് സെയിം ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതാ ഈ ഒരു ഹൈറ്റും എന്തായിരിക്കും? 2.5 ആയിരിക്കും. ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹൈറ്റും 2.5 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് എന്തായിരിക്കും? ഈ സിലിണ്ടർ പോർഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 14 ആണ്. ആ 14 ഇവിടുത്തെ 2.5ഉം 2.5ഉം കൂടെ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് നമുക്ക് 2.5ഉം 2.5 എന്ന് പറയുമ്പോൾ അതെന്താണ്? 5 ആണ് അല്ലെ. അപ്പൊ രണ്ട് സൈഡിൽ നിന്നും ഉള്ള 2.5 എന്ന് പറയുമ്പോൾ ടോട്ടൽ 5. അപ്പൊ 14 എന്ത് ചെയ്താൽ മതി? 5 മൈനസ് ചെയ്ത ബാക്കിയായിരിക്കും നമുക്ക് ഇവിടെ സിലിണ്ടറിന്റെ ലെങ്ത് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്താ ഈ ഒരു ലെങ്ത് കിട്ടാൻ ചെയ്യേണ്ടത്? 14 മൈനസ് 2.5 പ്ലസ് 2.5. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 14 മൈനസ് 2.5 പ്ലസ് 2.5 ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സിലിണ്ടർ പാർട്ടിന്റെ ഹൈറ്റ് കിട്ടി. അപ്പൊ 14 മൈനസ് 2.5 പ്ലസ് 2.5 5 ആണ്. 14 മൈനസ് 5 9. ഓക്കെ, അപ്പൊ നമുക്ക് 9 ആണ് നമ്മുടെ സിലിണ്ടർ, ഈ സെന്ററിൽ വരുന്ന സിലിണ്ടർ പാർട്ടിന്റെ ഹൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇക്വേഷൻസ് കൊടുക്കണം, അതിനകത്തോട്ട് വാല്യൂസ് അപ്ലൈ ചെയ്യാം, ദെൻ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് ക്യാപ്സ്യൂളിന്റെ സർഫസ് ഏരിയ ആണ് വേണ്ടത്. സോ ക്യാപ്സ്യൂളിന്റെ സർഫസ് ഏരിയ എടുക്കണം. അപ്പൊ നമുക്ക് എഴുതാം, ഇക്വേഷൻ എഴുതാം. സോ സർഫസ് ഏരിയ ഓഫ് ക്യാപ്സ്യൂൾ ഇസ് ഈക്വൽ ടു capsule is equal to, so ഇവിടെ ഏതൊക്കെ എടുക്കണം നമുക്ക്? സിലിണ്ടറിന്റെ CSA, then രണ്ട് ഹെമിസ്പിയേഴ്സിന്റെ CSA. അപ്പൊ 2 into CSA ഓഫ് ഹെമിസ്പിയർ എന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പൊ CSA ഓഫ് സിലിണ്ടർ പ്ലസ് 2 into
രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ 2 into CSA ഓഫ് ഹെമിസ്ഫിയർ എന്ന് എടുക്കുന്നത്. CSA ഓഫ് ഹെമിസ്ഫിയർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇക്വേഷൻസ് എഴുതാം. സോ ഇക്വേഷൻ എഴുതുമ്പം CSA ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? 2πRH ആണ്. 2πRH പ്ലസ് 2 into then next CSA ഓഫ് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിന്റെ CSA എന്ന് പറയുന്നത് 2πr² ആണ്. 2πr². ഓക്കെ, അപ്പൊ അത് 4πr² ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 2πr² പ്ലസ് ഇവിടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ 4πr² ആയിട്ട് മാറി. ഓക്കെ, 4πr² ആയി. ദെൻ ഇനി ഇവിടെ കോമൺ ഉണ്ട് അല്ലെ, ഇവിടെ 2πr കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കോമൺ ഫാക്ടറിനെ ഔട്ട്സൈഡ് എടുക്കാം. So 2πr is common, then balance is h plus ഇവിടുന്ന് ഓൾറെഡി 2 എടുത്തിട്ടുണ്ട്, അപ്പൊ ഒരു 2 ഉണ്ടാവും ബാലൻസ് ആയിട്ട്. r ഒരു r² ആയതുകൊണ്ട് ആറും കൂടെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഞാൻ 2πr കോമൺ എടുത്തു. ദെൻ ഇവിടെ ബാലൻസ് h, ഇവിടുന്ന് ഓൾറെഡി 2π പോയിട്ടുണ്ട്, അപ്പൊ ബാക്കി ഇവിടെ ഒരു 2 ഉണ്ടാവും, പിന്നെ ഇവിടുത്തെ ഒരു r, അപ്പൊ 2r. ഓക്കെ, ദെൻ ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 2 into π is 22/7 into r വാല്യൂ എത്രയായിരുന്നു? നമുക്ക് r ഒന്ന് നോക്കാം. r ഇവിടെ 2.5 ആണ് r വരുന്നത് അല്ലെ, പിന്നെ 2.5ഉം ഹൈറ്റ് 9ഉം 2.5. അപ്പം 2.5 into height 9 plus 2 into 2.5. ഓക്കെ, നമ്മൾ ഒരുമിച്ച് ഇക്വേഷൻസ് എടുത്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ടല്ല. ഇനി നമുക്ക് ഇവിടുന്ന് ഓരോന്നായിട്ട് സോൾവ് ചെയ്തെടുക്കാം. അത് നമുക്ക് ബ്രാക്കറ്റ് ചെയ്യണം. അപ്പൊ 2 into 22/7 into 2.5 into ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 2.5 into 2 അല്ലെ, 2.5 into 2 എന്ന് പറയുമ്പോൾ അത് 5 ആയിട്ട് മാറി. ഓക്കെ, 5 ആയി. ദെൻ 5ഉം 9ഉം കൂടെ ആഡ് ആണ് ചെയ്യേണ്ടത്, അപ്പൊ അത് വീണ്ടും എന്തായിട്ട് 14 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ into 14. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു, ബ്രാക്കറ്റ് ചെയ്തു, നമുക്ക് 14 കിട്ടി. ഇനി ഇതാ ഈ 7ഉം 14ഉം നമുക്ക് 2 times കട്ട് ചെയ്യാം. ഓക്കെ, ഇനി 2 into 22 എന്ന് പറയുമ്പോൾ 44, 44 into 2 എന്ന് പറയുന്നത് 88. ഇനി 88 into 2.5 ചെയ്താൽ മതി, അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ ആയി. (88 into 2.5). 2.5, 220. So the answer is 220 centimeter സ്ക്വയർ. സോ നമ്മൾ ഏരിയ ആണ് എടുക്കുന്നത്, അപ്പം സെന്റിമീറ്ററിലാണ് നമുക്ക് വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോറി, mm ആണ് കേട്ടോ, സെന്റിമീറ്റർ അല്ല, മില്ലിമീറ്ററിലാണ്. സോ അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ ആൻസറിൽ ഇവിടെ മില്ലിമീറ്റർ. ഓക്കെ, ക്വസ്റ്റ്യനിൽ നോക്കണം, ക്വസ്റ്റ്യനിൽ സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ നോക്കുക. ദെൻ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആൻസറിലും കൊടുക്കുന്നു. അപ്പൊ ഇവിടെ കിട്ടിയ നമ്മുടെ ക്യാപ്സ്യൂളിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 220 mm² ആണ് സർഫസ് ഏരിയ. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഈ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നമുക്കൊരു ക്യാപ്സ്യൂൾ ആയിരുന്നു, ക്യാപ്സ്യൂളിന്റെ രണ്ട് എൻഡിൽ ഹെമിസ്ഫിയേഴ്സും സെന്റർ പാർട്ടിലെ സിലിണ്ടറും ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിന്റെ CSA, ദെൻ അതുപോലെ തന്നെ ഹെമിസ്ഫിയറിന്റെ CSA രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ 2 into 2πr² എന്ന് എടുത്തു. ഓക്കെ, ഹെമിസ്ഫിയറിന്റെ CSA 2πr² ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് വലിയൊരു പ്രോബ്ലം ആണ്, കുറച്ച് വായിക്കാനുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഫസ്റ്റ് വായിച്ചു നോക്കാം. എ ടെന്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് സിലിണ്ടർ. ഒരു ടെന്റ് ആണ്, ബട്ട് അവിടെ എന്താ പറയുന്നത്, നമ്മൾ നോർമൽ കാണുന്ന ഒരു ടെന്റ് അല്ല, അവിടെ സിലിണ്ടർ ഉണ്ട്. ദെൻ സിലിണ്ടർ സറൗണ്ടഡ് ബൈ എ കോണിക്കൽ ടോപ്പ്. അതായത് ഒരു സിലിണ്ടർ, അതിന്റെ മുകളിൽ ഒരു കോണിക്കൽ പാർട്ട്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. And the diameter of cylindrical part are 2.1 m and 4 m respectively. അപ്പൊ ഇവിടെ എന്താ കൊടുത്തത്, diameter of the cylindrical part is 2.5 m ആണ് കേട്ടോ.
ഹൈറ്റ് 2.5 അങ്ങനെയാണ്. ഇഫ് ദി ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് ദി കോണിക്കൽ പാർട്ട് ആണ്. സോ ഹൈറ്റ് ഇസ് 2.1 m and the diameter is 4 m. Then slant height of the top is 2.8. അപ്പൊ വാല്യൂസ് എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഗിവൺ ആണ്, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല നമുക്ക് ചെയ്യാനായിട്ട്. Then find the area of the canvas used for making the tent. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? find the area of the canvas used for making the tent. ടെന്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാൻവാസിന്റെ ഏരിയ ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് ദി ക്യാൻവാസ് ഓഫ് ടെന്റ് അറ്റ് ദി റേറ്റ് ഓഫ് ₹500 per meter square. അപ്പൊ നമുക്ക് അവിടെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എമൗണ്ട് ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ മീറ്റർ സ്ക്വയർ ₹500 എന്ന് പറഞ്ഞു, എല്ലാ വാല്യൂസും മീറ്ററിലാണ്. അതുകൊണ്ട് കിട്ടിയ ആൻസർ, അതായത് ഏരിയനെ നമ്മൾ ഇൻടു ആ ഒരു എമൗണ്ട് 500 കൊണ്ട് ഇൻടു ചെയ്താൽ മതി. സോ അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? ഇവിടെ നമ്മളോട് പറഞ്ഞത് കോൺ ആൻഡ് സിലിണ്ടർ ആണ്. അപ്പൊ CSA ഓഫ് കോൺ ആൻഡ് CSA ഓഫ് സിലിണ്ടർ ചെയ്യണം അല്ലെ. ദെൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ദാറ്റ് ദി ബേസ് ഓഫ് ദി ടെന്റ് വിൽ നോട്ട് കവേർഡ് ബൈ ദി ക്യാൻവാസ്. അതായത് ആ ഒരു ടെന്റിന്റെ ബേസ് നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്ത് ചെയ്യില്ല. അപ്പൊ ക്യാൻവാസ് അവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെന്റ് എങ്ങനെയാ വരുന്നത്? സിലിണ്ടറും കോണിക്കൽ പാർട്ടുമാണ് വരുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ താഴെ വരുന്ന പാർട്ട് എന്താണ്? നമ്മുടെ സർക്കിൾ ആണ്. അപ്പൊ ആ സർക്കിളിന്റെ ഏരിയ ആ ക്യാൻവാസിന് ആവശ്യമില്ല അല്ലെ. അപ്പൊ ആ സർക്കിളിന്റെ ഏരിയ അവിടെ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതെന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ഏരിയയിൽ നിന്ന് ആ ഒരു πr², സർക്കിളിന്റെ ഏരിയ എന്താണ്? πr². ആ πr² മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം സിലിണ്ടറിന്റെ CSA, ദെൻ നമ്മുടെ കോണിന്റെ CSA, ബട്ട് അതിന്റെ അകത്ത് നിന്ന് എന്ത് മൈനസ് ചെയ്യണം? πr² നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊന്ന് ഫിഗർ വരയ്ക്കാം. റഫ് ആയിട്ടൊരു ഫിഗർ നമുക്ക് ഇവിടെ വരയ്ക്കാം. സോ ഈ ഒരു ഷേപ്പിലാണ് നമ്മളെ ടെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ പാർട്ടില് ഹൈറ്റ് 2.5 ആണ്, 2.1 ആണ്. സിലിണ്ടറിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് ആണ് 2.1 കൊടുത്തത്. ആൻഡ് 4 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. If the height and diameter of the cylindrical part are 2.1 and 4, diameter 4, height 2.1. ഡയമീറ്റർ 4 എന്ന് പറയുമ്പം റേഡിയസ് എത്രയായിരിക്കും? 2 ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ സിലിണ്ടർ പാർട്ടിന്റെ റേഡിയസ് 2 ആണ്. ഓക്കെ, ഹൈറ്റ് 2.1 റേഡിയസ് 2. Then പിന്നെ എന്താണ്? Find the area of the canvas used for making the tent. Also find the cost of the canvas. Then ഇവിടെ നമുക്ക് slant height ഉണ്ട് അല്ലെ. Slant height is 2.8. അതും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. Slant height is 2.8. സ്ലാന്റ് ഹൈറ്റ് 2.8 ആണ് തന്നിട്ടുള്ളത് മീറ്റർ. ഇവിടെയൊക്കെ മീറ്റേഴ്സിലാണ് വാല്യൂസ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ക്യാൻവാസിന്റെ ഏരിയ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ക്യാൻവാസിന്റെ ഏരിയ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതണം, എന്നിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇക്വേഷൻ എഴുതണം. അപ്പൊ ഇവിടെ നമ്മുടെ ക്യാൻവാസിന്റെ ഏരിയ ആണ്. അപ്പൊ ഏരിയ ഓഫ് ക്യാൻവാസ് area of canvas is equal to, so ഇവിടെ ഏരിയ ഓഫ് ക്യാൻവാസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് വേണം? ക്യാൻവാസ് ഇത്ര പാർട്ടിൽ മതി. അപ്പൊ നമ്മൾ സിലിണ്ടറിന്റെ CSA നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു ഹിന്റ് ആയിട്ട് 10 will not be covered with the canvas base അല്ലെ. അതായത് ബേസിൽ വേണ്ട. അപ്പൊ നമുക്ക് ബേസ് എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ബേസ് നമ്മൾ എടുക്കുന്നില്ല, ഇത്രയും പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ CSA ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ CSA, അതുപോലെ തന്നെ കോണിന്റെ CSA. സോ അപ്പൊ കോണിന്റെ സിലിണ്ടറിന്റെ CSA എന്ന് പറയുന്നത് എന്താണ്? πr²h ആണ്. അതിന്റെ കൂടെ നമ്മുടെ കോണിന്റെ CSA എന്ന് പറയുന്നത് πrl ആണ്. സോ πrl
RL. സോ ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ വാല്യൂസും ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ സിലിണ്ടറിന്റെ കേസ് എടുക്കുവാണെങ്കിൽ R2 ആണ് അല്ലെ, ഡയമീറ്റർ 4 ആയതുകൊണ്ട് R2 ആണ്, ആൻഡ് H 2.1 ആണ്. ദെൻ ഇവിടെ L ആണെങ്കിൽ 2.8 ആണ്. അപ്പൊ നമുക്ക് വാല്യൂസ് എല്ലാ വാല്യൂസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണോ വരുന്നത് സിലിണ്ടറിന്റെ അതേ R ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് അല്ലെ. നമ്മളെ കോണും സിലിണ്ടറും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ റേഡിയസ് രണ്ട് കേസിലും സെയിം ആയിട്ട് അവർ അതിന് മുകളിലല്ലേ വെച്ചത്. അപ്പൊ റേഡിയസ് ആൻഡ് ഡയമീറ്റർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പൈ ആർ എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലെ. ഇവിടെയും പൈ ആർ ഉണ്ട്, ഇവിടെയും പൈ ആർ ഉണ്ട്. സോ ടേക്ക് ഔട്ട് സൈഡ്. നമ്മൾ പൈ ആറിന് ഔട്ട് സൈഡ് എടുത്തു. ദെൻ നമുക്ക് ബ്രാക്കറ്റിൽ എന്തൊക്കെ വരും? ഇവിടെ 2h വരും. ദെൻ പ്ലസ് ഒരു എല്ലും കൂടെ ഉണ്ടാവും അല്ലെ, 2h പ്ലസ് L. ദെൻ ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 22/7 നമ്മൾ പൈയുടെ വാല്യൂ കൊടുത്തു, 22/7 ആണ്. ദെൻ ഇൻറ്റു R is 2. ദെൻ ബ്രാക്കറ്റിൽ H എന്ന് പറയുന്നത് 2.1 ആണ്, ആൻഡ് L എന്ന് പറയുന്നത് L is 2.8 ആണ് L ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. സോ 22/7 ഇൻറ്റു 2. ദെൻ ഇവിടെ വരുന്നത് 2 into 2.1 ഉണ്ട്. അപ്പൊ എത്ര വരും? അത് 4.1 വരും അല്ലെ. 2.1 into 2 ആണ്. സോ അപ്പം നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 4.2 കിട്ടും. 4.2ന്റെ കൂടെ 2.8 ആഡ് ചെയ്യണം. 2.8 ആഡ് ചെയ്യുമ്പം 0, 1, 6ഉം 7 ആണ് കിട്ടുന്നത്. ഓക്കെ, 7 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഇൻറ്റു 7 എന്ന് കൊടുക്കാം. 2.1 into 2 ചെയ്തു, അപ്പൊ 4.2 കിട്ടി. ദെൻ 4.2 പ്ലസ് 2.8 ദാറ്റ് ഇസ് 7. സോ 7 കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 7ഉം 7ഉം കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ ആൻസർ ഇസ് 44. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് 44 ആണ്. നമ്മുടെ വാല്യൂസ് എല്ലാം എമ്മിലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏരിയ ഓഫ് ക്യാൻവാസ് ഇസ് 44 മീറ്റർ സ്ക്വയർ. 44 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? നമ്മുടെ ക്യാൻവാസിന്റെ ഏരിയ കിട്ടിയത്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മീറ്റർ സ്ക്വയർ ഇസ് 500 rupees. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ find the cost of canvas of tent at the rate of rupees 500 per meter square. മീറ്റർ സ്ക്വയർ 500 ആണ്. നമുക്ക് അങ്ങനത്തെ 44 മീറ്റർ സ്ക്വയർ ക്യാൻവാസ് ആണ് നമ്മുടെ ടെന്റ് മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ചെയ്യാം. Then cost is equal to 44 into 500. 1 meter square 500 rupees ആണ്. So 44 into 500 we will get the total cost. So 500 into 44. 500 into 44 ചെയ്യുന്നു. 0, 0, 20 and 0, 0, 20. So answer is 0, 0, 0, 2 and 2. That is 22,000 ആണ് ടോട്ടൽ കോസ്റ്റ് വന്നത്. സോ 22,000. സോ റുപ്പീസ് 22,000 ആണ് നമുക്ക് ഈ ഒരു ടെന്റ് മേക്ക് ചെയ്യാൻ വരുന്ന ക്യാൻവാസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ദെൻ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഫസ്റ്റ് റീഡ് ചെയ്യാം. ഫ്രം എ സോളിഡ് സിലിണ്ടർ. സോ ഇവിടെ ഒരു സിലിണ്ടർ ആണ്, whose height is 2.4 centimeter and diameter is 1.4 centimeter, and a conical cavity of the same height, same diameter is hollowed out. Find the total surface area of the remaining solid to the nearest centimeter square. അപ്പൊ ഇവിടെ റിമൈനിങ് സോളിഡ് ആണ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് സിലിണ്ടർ ഉണ്ട്. സോ സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ്. ഓക്കെ, സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? കോണിക്കൽ പാർട്ട് കട്ട് ഔട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? TSA, അതായത് സിലിണ്ടറിന്റെ TSAയും അതുപോലെ തന്നെ നമ്മുടെ കോൺ ആണ് അവിടെ ഷേപ്പ്, കോണിക്കൽ കാവിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ കോണിന്റെ CSAയും കൂടെ എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഗർ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്, സോ ഇവിടെ ഒരു സോളിഡ് സിലിണ്ടർ ആണ്. സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു സിലിണ്ടർ വരയ്ക്കാം. ദെൻ ഈ ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് 2.4, ഹൈറ്റ് 2.4 സെന്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ 1.4.
diameter is 1.4 centimeter. So അപ്പൊ അങ്ങനെയാവുമ്പോൾ റേഡിയസ് എന്തായിരിക്കും 0.7 ആയിരിക്കും റേഡിയസ് വരുന്നത്. So radius equal to 0.7 centimeter. Then a conical cavity of the same height, same diameter is hollowed out. അപ്പൊ ഒരു കോണിക്കൽ ക്യാവിറ്റി ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കോൺ ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. സെയിം ഡയമീറ്റർ ആൻഡ് സെയിം എന്താണ്, സെയിം ഡയമീറ്റർ സെയിം ഹൈറ്റിൽ വരുന്ന ഒരു കോണിക്കൽ ക്യാവിറ്റി ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ടോട്ടലിന്റെ അകത്തുനിന്ന് ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, ദെൻ ഫൈൻഡ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി റിമൈനിങ് സോളിഡ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി റിമൈനിങ് സോളിഡ് ടു ദി നിയറസ്റ്റ് സെന്റിമീറ്റർ സ്ക്വയറിലോട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിമൈനിങ് സോളിഡിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. സർഫസ് ഏരിയ of the remaining solid. The remaining solid is equal to so ഇവിടെ നമുക്ക് സിലിണ്ടർ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സിലിണ്ടർ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ സിലിണ്ടറിന്റെ എന്തെടുക്കണം? അവിടെ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കണം. അപ്പൊ സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ, ദെൻ അതിന്റെ കൂടെ എന്താണ് പ്ലസ് അതിന്റെ ബേസ് സർക്കിൾ ആണ് പൈ ആർ സ്ക്വയർ അല്ലെ, ബേസ് ആയിട്ടുള്ള പൈ ആർ സ്ക്വയർ എടുത്തു. ദെൻ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് കോൺ ആണ് വരുന്നത്. കോണിന്റെ CSA ആണ്, അതായിരിക്കും നമ്മുടെ റിമൈനിങ് എന്ന് പറയുന്നത് അല്ലെ. റിമൈനിങ് സോളിഡിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRH ഉം പൈ ആർ സ്ക്വയറും ദെൻ അതിന്റെ കൂടെ കോണിന്റെ CSA ദാറ്റ് ഈസ് പൈ RL. സോ ഇവരെ മൂന്ന് പേരെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റിമൈനിങ്ങിന്റെ സോളിഡിന്റെ സർഫസ് ഏരിയ, റിമൈനിങ് സോളിഡ് സർഫസ് ഏരിയ കിട്ടും. സോ അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇവിടെ വാല്യൂസ് എല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സെയിം ഹൈറ്റ്, യെസ് ഇവിടെ പൈ RL ആണ് അല്ലെ. സോ അപ്പൊ നമുക്ക് ഇവിടെ എല്ലിന്റെ വാല്യൂ നമുക്കറിയില്ല. നമുക്ക് ഇവിടെ L ചെയ്യാനുണ്ട്. സോ ഇവിടെ ഹൈറ്റ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലിണ്ടറിന്റെ ഹൈറ്റും അതുപോലെ കോണിക്കൽ പാർട്ടിന്റെ ഹൈറ്റും സെയിം ആണ്. അപ്പൊ 2.4 തന്നെയാണ് ഹൈറ്റ് വരിക. അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് 0.7 ആണ് റേഡിയസ് വരുന്നത്. അപ്പൊ നമുക്ക് ആ രണ്ട് വാല്യൂസ് യൂസ് ചെയ്ത് L ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒന്ന് L ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ L is equal to root of r square plus h square ആണ് നമ്മുടെ Lന്റെ ഇക്വേഷൻ. r square plus h square. So r is 0.7 square plus h is 2.4 ആണ്. So 2.4 square. So ഇനി നമുക്ക് ഇതിന്റെ സോൾവ് ചെയ്യണം. അപ്പൊ 7 square is 49 ആണ്. അപ്പൊ ഇവിടെ 0.7 എന്ന് പറയുമ്പോൾ അത് 4.9 ആവും. ഓക്കെ, 4.9. ദെൻ 24 ആണ് വരുന്നത്. 24ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 576 ആണ്. സോ അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് പ്ലസ് 57.6 എന്ന് കിട്ടും. 57.6. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ട് പ്ലേസസ് വരുന്നുണ്ട് അല്ലെ. 0.7 into 0.7 എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ്സ് ആഫ്റ്റർ 2 ഡെസിമൽ പോയിന്റ്സ് കൊടുക്കണം. അപ്പൊ 0.49 ആവും അല്ലെ. 0.49 ആൻഡ് ഇവിടെ ആവുമ്പോൾ 5.76. ഓക്കെ, 5.76. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. അപ്പൊ നമ്മുടെ വാല്യൂസ് 0.49 ദെൻ പ്ലസ് നെക്സ്റ്റ് നമുക്ക് 5.76.
plus 5.76. So answer 6.25 ആണ്. So 6.25 എന്ന് പറഞ്ഞാൽ 625 25ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ 6.25 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ 6.25 എന്ന് പറയുമ്പോൾ 2.5 into 2.5 6.25. അപ്പൊ 2.5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 2.5. സോ നമ്മുടെ എല്ലിന്റെ വാല്യൂ 2.5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എല്ല് നമുക്ക് ഇപ്പൊ 2.5 കിട്ടിയിട്ടാ. ഇവിടെയാണ് നമ്മുടെ സ്ലാൻ ഹൈറ്റ്. എൽ ഇസ് 2.5. L 2.5 ആണ് കേട്ടോ. ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കോമൺ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ദാറ്റ് ഇസ് പൈ ആർ ഇസ് കോമൺ അല്ലെ. പൈ ആർ എല്ലാ ടേംസിലും കോമൺ ആണ്. സോ ദാറ്റ് വൺ ഇസ് ടേക്ക് ഔട്ട്സൈഡ്. അപ്പൊ പൈ ആർ ഞാൻ എടുത്തു. ദെൻ ബാക്കി 2h പ്ലസ് ഇവിടെ പൈ ആർ സ്ക്വയർ ആണ്. സോ ഒരു പൈ ഓൾറെഡി നമ്മള് പുറത്തെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പൈ ആർ എടുത്തിട്ടുണ്ട്. പൈ ആർ അപ്പൊ ബാക്കി ബാലൻസ് ഇവിടെ പൈ എടുത്തു 6 ബാലൻസ് ഉണ്ടാവും അല്ലെ. പൈ ആർ സ്ക്വയർ ആണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ 6 എൽ ബാലൻസ് ഉണ്ടാവും. ഓക്കെ, പൈ ആർ ഇസ് കോമൺ. സോ ടേക്ക് ഔട്ട് സൈഡ്. ദെൻ 2h ഇവിടെ ഒരു 6. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഒരു എൽ. ദെൻ ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 22/7 into and r is 0.7 into ബ്രാക്കറ്റില് 2 into h ആണ്. h ഹൈറ്റ് വന്നത് 2.4 ആണ്. അപ്പം 2 into 2.4 പ്ലസ് r 0.7 then into l is 2.5 പ്ലസ് ആണ്. Then ഇനി നമുക്ക് വാല്യൂസ് സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ 22/7 into 0.7 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇത് 0.1 ആവും. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ into 0.1 എന്ന് എഴുതാം. ദെൻ ഇനി ബ്രാക്കറ്റിൽ 2 into 2.4 ആണ്. അപ്പൊ അത് എന്ത് വരും? 4.8 വരും. അപ്പൊ 4.8 പ്ലസ് ഇവിടെ ബ്രാക്കറ്റില് 4.8 plus 0.7 plus 2.5. സോ ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. അപ്പൊ 4.8 0.7 and 2.5. സോ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് 8 and 7 നമുക്ക് 15 കിട്ടും. 15ഉം 5ഉം 20. സോ 0 2 4 2 6ഉം 2ഉം 8. സോ അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 8 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 22 into 0.1 into 8 ആണ് വരുന്നത്. സോ അപ്പൊ 22 into 8 then into 0.1 നമുക്ക് ചെയ്ത് നോക്കാം. (22 into 0.1 into 8). So answer is 17.6. Answer is 17.6. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയത് 17.6 ആണ്. സോ നമ്മുടെ വാല്യൂസ് ഒക്കെ ഏതിലാണ് വരുന്നത്? വാല്യൂസ് നോക്കിയിട്ട് നമുക്ക് യൂണിറ്റ് കൊടുക്കാം. നമുക്ക് വാല്യൂസ് ഒക്കെ സെന്റിമീറ്ററിലാണ്. സെന്റിമീറ്റർ അവിടെ ഒരു ക്വസ്റ്റ്യനിൽ നിയറസ്റ്റ് ടു ദി സെന്റിമീറ്റർ സ്ക്വയർ എന്നും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളോട് നിയറസ്റ്റ് ആക്കി ഒന്ന് റൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് 17.6 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ദെൻ നിയറസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 17.6 എന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും? നമ്മുടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 5നേക്കാളും ഗ്രേറ്റർ നമ്പേഴ്സ് വന്നാൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ എടുക്കാം. ദാറ്റ് മീൻസ് ഇവിടെ 18 ആണ്. ദെൻ നമുക്ക് ഇവിടെ 18 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. നമ്മൾ നിയറസ്റ്റ് വാല്യൂലോട്ട് ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്തെടുത്താണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയത് 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ റിമൈനിങ് സോളിഡ് പാർട്ടിന്റെ ഏരിയ ആണ് നമുക്ക് കിട്ടിയത് 18 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. പക്ഷെ നമ്മളൊന്ന് പിക്ചർ വരയ്ക്കുക, ദെൻ എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
യെസ്, നെക്സ്റ്റ് നമുക്ക് ഓൾറെഡി ഫിഗർ ഗിവൻ ആണ്, അതുകൊണ്ട് നമുക്ക് ഇനി വാല്യൂസ് മാത്രം ഒന്ന് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ്, എ വുഡൻ ആർട്ടിക്കിൾ വാസ് മെയ്ഡ് ബൈ സ്കൂപ്പിംഗ് ഔട്ട് എ ഹെമിസ്ഫിയർ ഫോർ ഈച്ച് എൻഡ് ഓഫ് സോളിഡ് സിലിണ്ടർ. സോ ദിസ് ഇസ് എ സോളിഡ് സിലിണ്ടർ. സോ ആ സോളിഡ് സിലിണ്ടറിന്റെ ബോത്ത് എൻഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, എ ഹെമിസ്പെറിക്കൽ പാർട്ട് സ്ക്യൂബിംഗ് ഔട്ട്, അല്ലെ, സ്ക്യൂപ്പ് ചെയ്ത് നമ്മൾ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then the height of the cylinder is 10 centimeter. Height is 10 centimeter ആണ്. അപ്പൊ നമുക്കൊന്ന് ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഹൈറ്റ്, അതായത് സിലിണ്ടറിന്റെ ഹൈറ്റ് 10 centimeter. ഹൈറ്റ് 10 centimeter. Then and its base is of radius 3.5 centimeter. ഇവിടെ റേഡിയസ് 3.5 ആണ്. 3.5 centimeter. സെയിം റേഡിയസ് ആണ് ഇവിടെയും വരുന്നത്, 3.5 centimeter. Okay, then next is find the total surface area of the article. ഈ ആർട്ടിക്കിളിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മൊത്തം ആർട്ടിക്കിളിന്റെ ടോട്ടൽ സർഫസ് ഏരിയ വേണം. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, രണ്ട് ഹെമിസ്ഫിയേഴ്സ് ആണ് ബോത്ത് എൻഡ്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഹെമിസ്ഫിയറിന്റെ CSA അറിയാം, അല്ലെ, ഹെമിസ്ഫിയറിന്റെ CSA ദാറ്റ് മീൻസ് 2πr². അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ടോപ്പ് ആൻഡ് ബോട്ടം. സോ അപ്പൊ നമുക്ക് 2 × 2πr² എടുക്കണം. ദെൻ സിലിണ്ടറിന്റെ CSA എന്താണ്, സിലിണ്ടറിന്റെ CSA 2πRh ആണ്, അല്ലെ, 2πRh. അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ ഹൈറ്റ് ആണ് 10 centimeter എന്ന് തന്നത്. അങ്ങനെയല്ലേ തന്നത്? സോ അല്ല, അല്ലെ, സോളിഡ് സിലിണ്ടർ ഇഫ് ദി ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഇസ് 10. ഓക്കെ, നമ്മുടെ സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നെയാണ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നത്, 10 centimeter. അപ്പൊ നമുക്ക് സിലിണ്ടറിന്റെ ഹൈറ്റും അറിയാം. ദെൻ സിലിണ്ടറിന്റെ റേഡിയസ് 3.5 ആണ്, സെയിം റേഡിയസ് ആണ് നമ്മുടെ ഹെമിസ്ഫിയറിനുള്ളത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ എല്ലാ വാല്യൂസും ഉണ്ട്. ഇനി നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ആർട്ടിക്കിൾ. അപ്പൊ നമുക്ക് ചെയ്യാം. Total surface area of the article is equal to CSA of cylinder plus 2 into then 2 into ഇവിടെ നമ്മൾ CSA of hemisphere ആണ് എടുക്കുന്നത്. അപ്പൊ CSA of hemisphere സോ ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഡിയസ് 3.5. സോ ഇനി CSA of cylinder is 2πRh, അല്ലെ, 2πRh ആണ്. അപ്പൊ 2πRh plus 2 into then brackets CSA of hemisphere is 2πr² ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2πr² എന്ന് എഴുതാം. ഓക്കെ, 2πr² എന്ന് എഴുതി. then ഇനി നമുക്ക് ഇവിടെ നിന്ന് എഴുതുന്ന സമയത്ത് 2πRh plus 2 into 2 is 4. So 4πr² ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ഇക്വേഷൻസ് കൊടുക്കുന്നു, കോമൺ ഫാക്ടേഴ്സിന് ഔട്ട്സൈഡ് എടുത്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അതൊരു സിമ്പിൾ വേ ആണ് കേട്ടോ. then ഇനി നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 2πRh 4πr². സോ ഇവിടെ ഏതാണ് കോമൺ, 2πr is കോമൺ, അല്ലെ, 2πr കോമൺ ആണ്. അപ്പൊ ഇവിടെ ബാലൻസ് h ഉണ്ടാവും. ദെൻ ഇവിടെ ആണെങ്കിൽ ഈ 4 നമ്മൾ ഓൾറെഡി ഒരു 2 പുറത്തെടുത്തു, ദെൻ ബാലൻസ് 2, ദെൻ r-ന്റെ ഒരു r നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 2r ബ്രാക്കറ്റിൽ വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വാല്യൂസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 22/7 into and നമ്മളെ റേഡിയസ്
നമുക്ക് ക്വസ്റ്റ്യനിൽ റേഡിയസ് ആണ് കേട്ടോ തന്നത്. 3.5 സെന്റിമീറ്റർ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് റേഡിയസ് തന്നെ ഡയറക്റ്റ് ചെയ്യാം. then ബ്രാക്കറ്റില് 10, ഹൈറ്റ് 10 ആണ്, then into 3.5. ഓക്കെ, then ഇനി നമുക്ക് ഇതാ ഇവിടെ ക്യാൻസൽ ചെയ്യാനുണ്ട്. 7 and 35 ആണ്. 3.5 എന്ന് പറഞ്ഞാൽ 35. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ 5 ടൈംസ് ആണ്. അപ്പൊ അത് 0.5 ആവും. ഓക്കെ, 0.5. then ഇനി നെക്സ്റ്റ് എന്താണ്, നമുക്ക് ആദ്യം ഇവിടുത്തെ ബ്രാക്കറ്റ് ഒന്ന് ചെയ്യാം. അപ്പൊ 2 into 22 into 0.5 into then ഇവിടെ 35, 3.5 into 2 അല്ലെ, അതായത് 35 into 2 ആണ്. അപ്പൊ നമുക്ക് 70 കിട്ടും അല്ലെ, 70 കിട്ടും. അപ്പൊ 70ക്ക് 7 ആണ് കിട്ടുക. അവിടെ 0.5 ഉള്ളത് കൊണ്ട് 7 ആണ് നമുക്ക് ആൻസർ കിട്ടുക. then 7ഉം പ്ലസ് 10ഉം ആണ്. അപ്പൊ അത് എത്രയായി, 17 ആയിട്ട് മാറി. അപ്പം 17. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിനെയും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 into 22 it's 44. 44 into 0.5 into 70. So answer is 374. 374. 374 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുത്ത വാല്യൂസ് ഒക്കെ നമുക്ക് എങ്ങനെയായിരുന്നു വന്നത് നോക്കാം. യൂണിറ്റ് എന്താ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ യൂണിറ്റ് എല്ലാം സെന്റിമീറ്ററിലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും റിമൈനിങ് സോളിഡിന്റെ ഏരിയ വരുന്നത് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് 374 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗർ ഓൾറെഡി ഗിവൺ ആയിരുന്നു. ആ ഫിഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. സിലിണ്ടറും അതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ ഹെമിസ്ഫിയർ പാർട്ടും ആണ് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ റിമൈനിങ് സോളിഡിന്റെ സർഫസ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സിന്റെ സർഫസ് ഏരിയയുടെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു, അതിന്റെ കണ്ടിന്യൂസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇതോടെ നമ്മുടെ സർഫസ് ഏരിയ എന്ന് പറയുന്ന സെക്ഷനിലെ പ്രോബ്ലംസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രോബ്ലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം എല്ലാ ഫിഗേഴ്സിന്റെയും എല്ലാ സോളിഡ് ഫിഗേഴ്സിന്റെയും ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. എന്നിട്ട് ഓരോരോ ഇക്വേഷൻസ് യൂസ് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ ഇനി നമ്മുടെ സർഫസ് ഏരിയ വോളിയം ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വോളിയം എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ വോളിയത്തിന്റെ, അതായത് കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സിന്റെ വോളിയം ആണ്. ഓക്കെ, സെപ്പറേറ്റ് നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കോമ്പിനേഷൻ വരുമ്പം എങ്ങനെ വോളിയം ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.